നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അസിസ്റ്റന്റ് വികാരി റിമാൻഡിൽ. ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ പള്ളിയിലെ മുൻ അസിസ്റ്റന്റ് വികാരിയായിരുന്ന ഫാദർ അഖിൽ ജോഷിയെയാണ് കേളകം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. 2025 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പോക്സോ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ധ്യാന കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കേളകം SHOയും സംഘവും പിടികൂടുകയായിരുന്നു. അതേസമയം സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ റിപ്പോർട്ടിലെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. കുട്ടികൾ ഏറ്റവും സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന സ്ഥലങ്ങളിൽ വെച്ചാണ് കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത്. ഇരയാക്കപ്പെട്ട കുട്ടികളും പ്രതിയും തമ്മിൽ അടുപ്പമോ പരിചയമോ ഉള്ള സാഹചര്യം മിക്ക കേസുകളിലും ഉണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ചാണ് മിക്ക കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെയുണ്ട് പ്രതിയുടെ വീട്ടിൽ വെച്ച് പീഡനം നടന്ന കേസുകളുടെ എണ്ണം. കുട്ടിയുടെ കുടുംബത്തോട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർ തന്നെയാണ് അവസരം മുതലെടുത്ത് ലൈംഗിക ചൂഷണം നടത്തുന്നത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പ്രാബല്യത്തിൽ വന്നത് 2012-ലാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതു കുട്ടിയെയും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നവർ ഇതുപ്രകാരം ശിക്ഷിക്കപ്പെടും. പോക്സോ കേസുകളുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ്. 2013 കേസുകളുടെ എണ്ണം 1002 ആയിരുന്നു. 2022 ഇത് 4582-ഉം 2023 4663-മായി. വർഷാവർഷം കൂടി വന്ന പോക്സോ കേസുകളുടെ എണ്ണത്തിൽ 2019 പെട്ടെന്ന് കുറവ് വന്നെന്നും കണക്കുകൾ പറയുന്നുണ്ട്. 2019 3616 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാനത്ത് 2020 3030 കേസുകൾ മാത്രമേ ഉള്ളൂ. ലൈംഗിക അതിക്രമങ്ങളെ അതിജീവിച്ച കുട്ടികളുടെ പ്രായം സംബന്ധിച്ച് ഭീതി ജനിപ്പിക്കുന്ന കണക്കുകളാണ് ബാലാവകാശ കമ്മീഷന്റെ കയ്യിലുള്ളത്. മാസങ്ങൾ മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞു മുതൽ 4 വയസ്സ് വരെ പ്രായമുള്ള 55 കുട്ടികളാണ് 2022 പീഡനത്തിനിരയായത്. 2023 ഇത് 73-ആയി ഉയർന്നു. പ്രണയം നടിച്ചും മറ്റും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന കേസുകളാണ് 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടേതിൽ കൂടുതലും. ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കാലെടുത്തു വെച്ച പ്രായത്തിലാണ് 1574 കുട്ടികളും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടത്. ചില കേസുകളിൽ ഒന്നിലേറെ കുട്ടികൾ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളതിനാൽ 2022 4582 കേസുകളിലായി അതിജീവിതരായ കുട്ടികളുടെ എണ്ണം 4642 ആണ്. 2023 4663 കേസുകളിലായി അതിജീവിതരായ 4701 കുട്ടികളുണ്ട്. കേസുകൾക്ക് ജില്ലാടിസ്ഥാനത്തിലും വലിയ വ്യത്യാസമുണ്ട്. 2023 ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്ത് എറണാകുളവും, 3ാമത് മലപ്പുറവും, 4ാമത് കോഴിക്കോടുമാണ്. 10 കേസുകളിൽ റെയിൽവേ പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2022 ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്ത് മലപ്പുറവും, 3ാമത് എറണാകുളവും, 4ാമത് കോഴിക്കോടും. ആൺകുട്ടികളും സുരക്ഷിതരല്ല എന്നാണ് കേസുകൾ വ്യക്തമാക്കുന്നത്. 2022 പോക്സോ അതിജീവിതരായ കുട്ടികളിൽ 578 പേർ ആൺകുട്ടികൾ. 2023 അതിജീവിതരായ 659 ആൺകുട്ടികളുമുണ്ട്. പ്രതിപട്ടികയിൽ സ്ത്രീകളുമുണ്ട്. 2022 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ 115 പ്രതികൾ സ്ത്രീകളാണ്. 2023 സ്ത്രീകൾ പ്രതികളായ പോക്സോ കേസുകളുടെ എണ്ണം 170-ആയി ഉയർന്നു. കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മിക്കവാറും പൊട്ടിപ്പുറപ്പെടുന്നത് വീടുകളിൽ നിന്ന് തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അമ്മയുടെയോ അച്ഛന്റെയോ സാമീപ്യവും സ്നേഹവും കിട്ടാതെ കുട്ടി കഴിയുന്ന അവസരമുണ്ടാകാം. സ്നേഹം നൽകാനായി കടന്നു വരുന്ന മൂന്നാമതൊരാൾ കുട്ടിയുമായി ഇടപഴകുകയും തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്യുകയും ചെയ്യാം. ശിഥില കുടുംബങ്ങളിലെ കുട്ടികളും ചൂഷണത്തിന് ഇരയാകുന്നതായി കമ്മീഷന് വിവരം ലഭിച്ചിട്ടുണ്ട്. ചൂഷണങ്ങൾക്കെതിരെ കരുതലെടുക്കാൻ കുട്ടിയെ പഠിപ്പിക്കണം. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തണം. കുട്ടിക്ക് എല്ലാം പറയാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം. മോശമായ എന്തെങ്കിലും കുട്ടി പറഞ്ഞാൽ എടുത്തുചാടി പ്രതികരിക്കുകയോ ശകാരിക്കുകയോ ചെയ്യരുത്. കുട്ടി പിന്നീട് എല്ലാം തുറന്നു പറയാൻ മടിക്കും. ലൈംഗികമായി കുട്ടികളെ അതിക്രമിക്കുകയോ ശരീരഭാഗങ്ങൾ തൊടുകയോ ചെയ്യുന്നത് ജീവപര്യന്തം തടവും പിഴയും വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പീഡനം ശരീരത്തിൽ തൊട്ടുകൊണ്ട് തന്നെയാകണം എന്നില്ല. മോശം വാക്കു പറയുക, ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക, ആംഗ്യം കാണിക്കുക, ലൈംഗിക വസ്തുക്കളോ നഗ്ന ശരീരമോ പ്രദർശിപ്പിക്കുക, കുട്ടിയെ ശരീരം പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയവയൊക്കെ കുറ്റമാണ്. കുട്ടികൾക്കെതിരായ അതിക്രമം പേര് വെളിപ്പെടുത്താതെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1098 വിളിച്ചു പറയാം. വിവരങ്ങൾ ശേഖരിക്കാനായി റിപ്പോർട്ട് ചെയ്യുന്നയാളുടെ വിവരങ്ങളും ഫോൺ നമ്പറും ചൈൽഡ് ലൈനിൽ കൊടുക്കേണ്ടി വന്നാലും അവ രഹസ്യമായി സൂക്ഷിക്കപ്പെടും. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിന് സമയപരിധിയില്ല. കുട്ടിയായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ചും ഏത് പ്രായത്തിലും പരാതി നൽകാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.